യെസ്, അടുത്ത വാർത്ത വരുന്നത് അത് ഗാസ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ്. ആ രാജ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പാലസ്തീൻ ഉണ്ടായാൽ അന്ന് അസർവാങ്ക് തീരുന്നതിന് മുന്നേ ഉണ്ടാകാൻ പോകുന്ന രണ്ടാമത്തെ അല്ലെങ്കിൽ പാലസ്തീൻ വിഭജനം നടത്തിക്കൊണ്ടുണ്ടാകാൻ പോകുന്ന രാജ്യമാണ് ഗാസയും വെസ്റ്റ് ബാങ്കും. അങ്ങനെയുള്ള ഭാവിയിലെ ആ രാജ്യമായ ഗാസ, ആ ഗാസയിൽ നിന്നുള്ളൊരു വാർത്തയാണ് ഇത്. പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പറയാറുണ്ട് ഈ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളെ മനസ്സിൽ വരുന്ന പാകിസ്ഥാൻ നമ്മളുടെ ഇമ്രാൻഖാനും അതുപോലെ നമ്മളുടെ ഇൻസമാമുൽ ഹക്കൊക്കെ ഉള്ള ആ പാകിസ്ഥാനെ കുറിച്ച് മാത്രമേ നമ്മൾ ഓർമ്മയിൽ വരുള്ളൂ. സത്യത്തിൽ ഇപ്പുറത്തൊരു ഈസ്റ്റ് പാകിസ്ഥാൻ കൂടി ഉണ്ടായിരുന്നു. അത് ഇന്ന് നമ്മൾ ബംഗ്ലാദേശ് എന്ന് വിളിക്കും. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നാണ്. പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടുന്നത് എവിടെ നിന്നാണ്? അവരും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നാണ്. പക്ഷേ ബംഗ്ലാദേശ് ആരുടെ കയ്യിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടുന്നത്? അത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നല്ല, അത് അവർ സ്വാതന്ത്ര്യം നേടുന്നത് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്നാണ്. അതായത് ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാനായപ്പോൾ ബ്രിട്ടീഷുകാർ എന്നിട്ട് അവരെ പാട് നോക്കി പൊടിയും തട്ടി പോയതിന് ശേഷം പിന്നെ ഈ പാകിസ്ഥാനിലെ ഈസ്റ്റും വെസ്റ്റും തമ്മിൽ ഇടിയായിരുന്നു. അങ്ങനെ ഇടികൂടി അവസാനം നമ്മൾ മുജീർ റഹ്മാൻ്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞു, നമ്മളുടെ ബംഗബന്ധുവിനെ കുറിച്ചും അതുപോലെ ആ ഒരു വിഷയം നമ്മളുടെ യുക്തിവാഹിനിയെക്കുറിച്ചും ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ അവരൊക്കെ കൂടി ഇറങ്ങി തിരിച്ച് അവസാനം ഇന്ദിരാഗാന്ധി സഹായിച്ചിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു യുദ്ധവും 1971 ഹിന്ദു കൂട്ടക്കൊലയും എല്ലാം നമ്മൾ കേട്ടു. അവരൊക്കെ നടത്തിയത് ആരാണ്? പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അത്രയ്ക്കും വലിയ ദേശസ്നേഹികളാണ് അവർ. അങ്ങനെ അതൊക്കെ നടത്തി അവർ നമ്മൾ പറഞ്ഞ മാതിരി സ്വാതന്ത്ര്യം ലഭിച്ച് അസർവാങ്ക് കഴിയുന്നതിന് മുന്നേ അവർ 2 കഷ്ണമായി മാറുന്നു. ഒരു വശം അപ്പുറത്ത് പാകിസ്ഥാനാകുന്നു, ഇപ്പുറത്ത് ബംഗ്ലാദേശ് ഉണ്ടാകുന്നു. ആര് തമ്മിലായിരുന്നു അടി? സ്വന്തം ജനത തമ്മിലായിരുന്നു അടി. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. ഗാസയിൽ സംഭവിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പാലസ്തീനിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. വെസ്റ്റ് ബാങ്കും ഗാസയും തമ്മിൽ പൊരിഞ്ഞ അടിയാണ്, ഇപ്പോഴേ അടിയാണ്. അത് നമ്മൾ ഈ ഒക്ടോബർ 7 മുന്നേ നമ്മളിത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അന്ന് പിന്നെ ഇത് അത്ര വലിയ സംഭവം ഇല്ലാത്തതുകൊണ്ട് ആരും അത് നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ വിഷയം അന്നേ നോട്ട് ചെയ്യുന്നൊരു വിഷയമായതുകൊണ്ട് അന്ന് വീഡിയോ ചെയ്തു. ലെബനോണിൽ ഉള്ള ഈ അഭയാർത്ഥി ക്യാമ്പുകൾ, ആ അഭയാർത്ഥി ക്യാമ്പിൽ പാലസ്തീനിയൻസ് ആണല്ലോ, അവർ അവിടെ അഭയാർത്ഥികളായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഈ അഭയാർത്ഥികളായിട്ടുള്ള പാലസ്തീനിയൻസിൽ കുറേ പേര് ഗാസക്കാരുണ്ട്, കുറേ പേര് നമ്മളുടെ വെസ്റ്റ് ബാങ്കിലുള്ള ആളുകളുണ്ട്. ഈ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ അടി. എന്നിട്ട് ഇതിനകത്തുള്ള വെസ്റ്റ് ബാങ്കിലുള്ളതാണോ ഇപ്പുറത്തുള്ളതാണോ ഏതായാലും അവർ തോക്കെടുത്തിട്ട് തുരുതുരാ വെടിവെച്ചു. അങ്ങനെ വെടിവെച്ചിട്ട് കുറേ പേരെ അങ്ങ് കൊന്നു. 20-30 ആളുകളാണെന്ന് കൊല്ലപ്പെടുന്നത്. ഇത് ഒക്ടോബർ 7 മാസങ്ങൾക്ക് മുന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് സംഭവിച്ചിട്ട് ഇത് എവിടെയും വാർത്തയായിട്ടില്ല. കാരണം എന്താണ്? കൊന്നത് ഞമ്മൻ്റെ ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മുക്കാൽ മീഡിയയും അത് വാർത്തയാക്കിയിട്ടില്ല, ഒരു അടുപ്പ് കൂട്ടി ചർച്ച ഉണ്ടായിട്ടില്ല. അന്ന് ഇൻ്റർനാഷണൽ മീഡിയയിൽ ചില ഗ്രൂപ്പ് ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞു, ഇതൊരു പ്രശ്നമാണ്. കാരണം ഇത് ഇവരുടെ ഇടയിലുള്ള ചില അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ലെബനോണിൽ താമസിക്കുന്ന സമയത്ത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച്, അതുപോലെ ഇവരുടെ ഭാവി പരിപാടികളെ സംബന്ധിച്ചും അതുപോലെയുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചും നിരന്തരം തർക്കമാണ്. അതിലൊരു തരത്തിൽ ഇവർക്ക് യോജിക്കാൻ കഴിയില്ല. യോജിക്കുന്നത് എങ്ങനെയാണ്? കാരണം ഇവർ ഉത്തരം പറയുന്നത്, എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ തെറി അല്ലെങ്കിൽ തോക്ക്, രണ്ടായാലും താ എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. അതല്ലാതെ ജനാധിപത്യം എന്ന് പറയുന്ന സാധനം തലയുടെ 7 അയലത്തുകൂടെ പോകാത്ത ആളുകളായതുകൊണ്ട് ഇതിനെക്കുറിച്ച് അവർക്ക് അങ്ങനെ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ട് ഇതിനകത്തൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് അവരുടെ അജണ്ടയിലില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഉത്തരം പറഞ്ഞത് തോക്കെടുത്തിട്ടാണ്. അപ്പോൾ എതിർത്ത് നിന്ന ആളുകൾ ഇവരെന്ത് ചെയ്യും? എതിർക്കുന്നവരെ വെടിവെച്ചിടും. ഇതാണ് അവർ അവിടെ ചെയ്യുന്നത്. ഇത് നിരന്തരം അവിടെ നടക്കുന്ന കാഴ്ചയായിരുന്നു. ഒരു തവണയൊന്നുമല്ല, പല തവണ അവിടെ നടന്നു. അതിനൊക്കെ ശേഷമാണ് നമ്മൾ കണ്ട ഒക്ടോബർ 7 ഉള്ള ആ യാത്ര അവിടെ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ആ ഒക്ടോബർ 7 പ്രിപ്പറേഷൻ്റെ പല കാര്യങ്ങളും നടന്നത് ലെബനോനിലും ഉള്ള ഇതുപോലുള്ള ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കണം. അതുകൊണ്ടൊക്കെ ആവാം ഇതുപോലുള്ള വിഷയങ്ങളിൽ പലപ്പോഴും ഉള്ളിൽ തന്നെ യോജിപ്പുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അക്രമങ്ങൾ പലപ്പോഴും വളരെ വ്യാപകമായതും അതിനോട് അനുകൂലിക്കുന്ന ആളുകൾ അനുകൂലിക്കാത്ത ആളുകളെ കൊന്നു തള്ളുന്ന കാഴ്ചയും നമ്മൾ കണ്ടത്. ഇതാണ് അവിടെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ഇത് പിന്നീടാണ് ആളുകൾ അങ്ങനെ ഒരു നിരീക്ഷണം വെക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ഒരു വാർത്തയും ഗാസയിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ കണ്ട 2 ദിവസം മുന്നേ കണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ ഫോഴ്സിബിളി ഇവാക്യുവേറ്റ്സ് ഗാസ ഹോസ്പിറ്റൽ ആൻഡ് ഡീറ്റെയിൻസ് മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. ഇത് സംബന്ധിച്ചിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ പല സ്ഥലങ്ങളിലും ഭയങ്കര വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ആളുകൾ ഇങ്ങനെ നടക്കുന്നു, ഹോസ്പിറ്റലിൽ ഇവാക്യുവേറ്റ് ചെയ്യുന്നു, എന്തിൻ്റെ കാര്യമാണ് ഇത്? ഇസ്രായേൽ എന്ത് കാടത്തമാണ് കാണിക്കുന്നത്? ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായ വീഡിയോ പ്രചരണവും അതുപോലെ നിലവിളിയായിരുന്നു നമ്മൾ കണ്ടത്.
നിലവിളിക്കാനുള്ള കാരണം പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഇസ്രായേൽ ആയതുകൊണ്ടാണ് കേട്ടോ. അതിപ്പോൾ അഫ്ഗാനിസ്ഥാൻ കയറി പാകിസ്ഥാനിലാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഇവാക്യുവേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ വന്നോളി, ഇവാക്യുവേറ്റ് ചെയ്തോളി, എന്താ ഇവിടെ ഇവാക്യുവേറ്റ് ചെയ്യണില്ലേ, ഇത് അപ്പുറത്തെ മുറിയുണ്ട് അതും കൂടി ഒന്ന് ഇവാക്യുവേറ്റ് ചെയ്തോളി എന്ന് പറയുന്ന അവസ്ഥ കണ്ടേനെ. പക്ഷേ ഇവിടെ അതല്ല, ഇവിടുത്തെ പ്രശ്നം ഇവാക്യുവേറ്റ് ചെയ്തു എന്നുള്ളതാണ്, അത് ഇസ്രായേൽ ചെയ്തു എന്നുള്ളത്. ഇനി അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇവാക്യുവേഷനാണ് നടത്തിയത്, ഇത് ബോംബിടുകയല്ല ചെയ്തത്. അതായത് ഇപ്പോൾ ഇതിനകത്ത് കാരണം നമുക്ക് വരാം, എന്തുകൊണ്ടാണ് ഈ ഇവാക്വേഷൻ നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാരണം നമ്മൾ പറയുന്നതിന് മുന്നേ നിങ്ങൾ ആലോചിക്കുക, ഇത് ഇവാക്വേഷന് പകരം ഇതിനകത്ത് ബോംബിടുകയാണ് ചെയ്തതെന്ന് വിചാരിക്കുക. ബോംബ് ഇട്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ടാർഗറ്റ് ചെയ്തിട്ട് അവിടേക്ക് ബോംബിടുന്ന പരിപാടി ഇസ്രായേൽ ഇതുവരെ ചെയ്തിട്ടില്ല. പലപ്പോഴും നിങ്ങൾ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും, ഇസ്രായേൽ ബോംബിട്ടു, 500 പേര് മരിച്ചു, 50 പേര് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. പലപ്പോഴും അതിൻ്റെ ആ ആദ്യ ദിവസമുള്ള വാർത്ത മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗാസ സിറ്റി ഹോസ്പിറ്റൽ, അതിൽ ഇതേപോലെ ഒരു അറ്റാക്കിനെ കുറിച്ച് നമ്മൾ വലിയ വാർത്തയായിരുന്നു. പിന്നീട് അതിൻ്റെ ബാക്കി 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാര്യം പുറത്തേക്ക് വന്നു. എന്താണ്, ആ ഹോസ്പിറ്റലിൻ്റെ പിന്നാമ്പുറത്ത് ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഈ റോക്കറ്റ് വിടുന്ന പരിപാടിയാണ് ഹമാസ് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ ആ വിട്ട സാധനം തിരിച്ചു വന്ന് കൊള്ളുന്നു. ഇതാണ് അവിടെ കണ്ടത്. ഇത് എന്നിട്ട് അവിടെ കൊണ്ട് 500-ഓളം ആളുകൾ മരിക്കുന്ന അവസ്ഥയുണ്ടായി, ആളുകൾ കൊല്ലപ്പെടുകയാണ്. ഇങ്ങനെ പല 2-3 ഹോസ്പിറ്റൽസിൽ ഇതേപോലെ സംഭവിച്ചു. ബാക്ക് ഫയർ ചെയ്യുക അല്ലെങ്കിൽ മിസ് ഫയർഡ് റോക്കറ്റ്സ്, അത് അവിടെ തന്നെ വീണിട്ട് ഇതേപോലെ പൊട്ടുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സംവിധാനം, ഇവിടെ ഇങ്ങനെ ഒരു വാണം വിടൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ആ ഹോസ്പിറ്റലിനകത്തുള്ള ആളുകൾക്ക് അറിയില്ല. ഇതാണ് അടുത്തൊരു പ്രശ്നം. പിന്നെ ഈ ഹോസ്പിറ്റൽസ് പലതും അറ്റാക്കിനൊക്കെ ശേഷം ഈ നമ്മളുടെ ടണലുകൾ അവിടെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിത്തിരിച്ച് പല ആളുകൾ ഇതുപോലെ ചെയ്യുമ്പോൾ IDF ചെയ്ത സമയത്ത് പല ഹോസ്പിറ്റൽസിൻ്റെയും അടിയിൽ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കുകയും അതിൽ നിന്നും വലിയ തോതിലുള്ള ആയുധ ശേഖരം കണ്ടെത്തുകയും ചെയ്തതിൻ്റെയും വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കാണാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതാരും പറയില്ല, പറഞ്ഞാൽ പൊളിയും. കാരണം ഹമാസ് പലപ്പോഴും ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, നഴ്സറി സ്കൂൾ, ഇതുപോലെയുള്ള സാധനങ്ങളുടെ, അതുപോലെ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്സ്, ഇതിൻ്റെയൊക്കെ അടിയിലിരുന്നിട്ടാണ് ഇവർ തുരപ്പം പണി എടുത്തിരുന്നത്. അപ്പോൾ ഇവിടെയും ഈ സാധനം ഇവാക്വേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ ഇവാക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ ഡയറക്ടറെ പിടിക്കുന്നു, അങ്ങനെ പല പല സംഭവങ്ങൾ അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ എന്താണ് ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ നിങ്ങൾക്ക് കാണാം ഹമാസ് പോരാളികൾ എന്ന് നമ്മൾ വിളിക്കാറുള്ള തീവ്രവാദികൾ, അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇരുത്തിയിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ജെറൂസലേം പോസ്റ്റിൽ വന്നിട്ടുണ്ട്. അത് അവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്ത എന്നതിനേക്കാൾ ഉപരി അവർ കുറേയും കൂടിയും എവിഡൻസ് ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാധനമാണ്. മാത്രമല്ല ഇത് വേറെ റിപ്പോർട്ടേഴ്സ് ഇതുപോലെ അവർ പബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ആ സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നടത്തിയ ആ ഒരു സാധനത്തിൻ്റെ ഭാഗമായിട്ട് പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രീ ഓപ്പറേഷൻ മെഷേഴ്സ്, അതായത് ഓപ്പറേഷൻ നടത്തുന്നതിന് മുന്നേ, ഓപ്പറേഷൻ മീൻസ് ഹോസ്പിറ്റലിലെ മറ്റേ തുന്നിക്കട്ടൽ സാധനമല്ല, ഈ മിലിറ്ററി ഓപ്പറേഷൻ. ഇൻ ദ വീക്സ് ലീഡിംഗ് അപ് ടു ദ റെയ്ഡ്, ദ IDF cleared improvised explosive devices around the hospital and conducted targeted strikes against nearby Hamas cells, deliberately avoiding the hospital itself to prevent collateral damage. ഇതാണ് അവരവിടെ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റലുകൾ അവിടെ ഒരാളുണ്ട്, അവിടെ ഒരു ഹോസ്പിറ്റലിന് അതിൻ്റെ അടിയിൽ ആളുണ്ടാകും, നമുക്കവിടെ ബോംബിട്ട് തകർത്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഇതുവരെ ചെയ്തിട്ടില്ല. എന്നാൽ നിങ്ങൾ കേട്ടത് മുഴുവൻ, കേൾക്കുന്നത് മുഴുവൻ അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞിട്ട് പല ആളുകൾ ഇപ്പോഴും അങ്ങനെ വിശ്വസിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അവരോട് നമുക്കൊന്നും പറയാനില്ല, നിങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അങ്ങനെ ഇവിടെയും ചെയ്യുന്നത് ഈ ഹോസ്പിറ്റലിൻ്റെ അടിയിൽ ഇത്തരം ഒരു സാധനം മുൻകൂട്ടി കണ്ട് അതിന് അടുത്തുള്ള സ്ഥലങ്ങളിലുള്ള മൈനുകളും മറ്റ് സാധനങ്ങളും എല്ലാം അവിടുന്ന് ക്ലിയർ ചെയ്യുന്നൊരു കാര്യം, ഇതാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം എക്സിക്യൂഷൻ. ഓൺ ദ ഡേ ഓഫ് ദ ഓപ്പറേഷൻ ദ IDF swiftly surrounded the ഹോസ്പിറ്റൽ വളയുന്നു, ബ്ലോക്കിംഗ് ഓൾ പൊട്ടൻഷ്യൽ എസ്കേപ്പ് റോഡ്സ്. ആൻഡ് ഇനീഷ്യൽ skirmish resulted in the elimination of ഹമാസ് മിലിറ്റൻസ് അറ്റംപ്റ്റിംഗ് ടു ഫ്ലീ. അതായത് ഇത് ചെയ്യുന്ന സമയത്ത് വളഞ്ഞ് പുറത്തേക്ക് കടക്കാനുള്ള വഴികളെല്ലാം അടച്ചതിന് ശേഷം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ആളുകളെയൊക്കെ വെടിവെച്ചിട്ടു. രക്ഷപ്പെടാൻ നോക്കുന്നത് ആരായിരിക്കും? ഏതായാലും പേഷ്യൻസ് രക്ഷപ്പെടാൻ നോക്കില്ല, അവർ ഒന്ന് രക്ഷിക്കൂ എന്നേ അവർ പറയുള്ളൂ. അപ്പോൾ ഇത് വളഞ്ഞത് ഈ IDF ആണെന്ന് മനസ്സിലാക്കി ഞങ്ങളെപ്പോൾ വെടിവെച്ചിടും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കി ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത് ആരായിരിക്കും? അവർ പല ആളുകളും പേഷ്യൻസിൻ്റെ വേഷത്തിലായിരുന്നു എന്നതും കൂടിയാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. അതിലേക്ക് വരാം, വാർത്ത നമുക്ക് വിശദമായിട്ട് കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം സമപ്പ് ചെയ്യാണ്. ഇവാക്വേഷൻ ആൻഡ് അറസ്റ്റ്. The IDF coordinated with the hospital director to evacuate patients safely and identify militants masquerading as patients. അതായത് രോഗികളാണ് എന്ന വ്യാജേന
അവിടെ കയറി കൂടി രോഗികളായിട്ട് കട്ടിലിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഗുണ്ട ഓടി ഇതുപോലെ ഹോസ്പിറ്റലിലേക്ക് കയറുന്നു, എന്നിട്ട് ഉടനെ തന്നെ ഒരു മറ്റേ സാധനമൊക്കെ പിടിച്ച് ഇങ്ങനെ ഇഞ്ചക്ഷനൊക്കെ സ്വയം കുത്തിക്കയറ്റി ഇങ്ങനെ ഒന്നും അറിയാത്ത മാതിരി കിടക്കുന്ന കാഴ്ചയൊക്കെ നിങ്ങൾ ചില സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഹമാസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്യൂറിങ് ദി ഇവാക്വേഷൻ 13 out of 21 individuals in the first ambulance were found to be uninjured ഹമാസ് ഓപ്പറേറ്റീവ്സ് ആൻഡ് വേർ ഡീറ്റെയിൻഡ്. അതായത് ആംബുലൻസിനകത്ത് പോയിരുന്ന 21 ആളുകളിൽ പോയിരുന്നതിൽ 13 ആളുകളും ഹമാസിൻ്റെ ആളുകളായിരുന്നു. അവർ ഒരു ഇഞ്ചുറി ഇല്ലാതെയും രോഗികളായി ചമഞ്ഞ് ആംബുലൻസിനകത്ത് കിടക്കുന്ന ആ രൂപത്തിലാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇൻ ടോട്ടൽ ഓവർ 240 സസ്പെക്റ്റഡ് ടെററിസ്റ്റ് വെർ അറസ്റ്റഡ്. 240 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ടെററിസ്റ്റുകളെ. ആൻഡ് എ ക്യാഷ് ഓഫ് ഹമാസ് വെപ്പൺസ് വേർ സീസ്ഡ്. ഇതും അവിടെ നിങ്ങൾക്ക് കാണാം. ഇനി ഇതിൻ്റെ സ്ട്രാറ്റജി നിങ്ങൾക്ക് വായിക്കാം. ദിസ് വാസ് IDF സ്ട്രാറ്റജിയാണ് വായിക്കുന്നത്. ഞാനിത് വിശദമായിട്ട് തന്നെ വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതായാലും പോയി വാർത്തയൊന്നും വായിക്കാൻ പോകില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടി ഒന്ന് വായിച്ചിട്ട് അങ്ങ് പോവാം. വായിച്ചിട്ട് കേട്ടിട്ട് പരീക്ഷ എഴുതിയിട്ട് പോയാൽ മതി. ദിസ് വാസ് ഓൾ പാർട്ട് ഓഫ് an IDF strategy to lull the Hamas terrorists hiding in the hospital into a false sense of security. When the IDF finally attacked on Friday, it needed only an hour to surround all routes to and from the hospital, to lock down and block any Hamas terrorist escape attempts. There was a short initial battle between Hamas terrorists and IDF soldiers, but all of those terrorists were quickly killed. Two groups of terrorists also tried to escape in 2 different directions, but they were also killed by IDF forces, which had them surrounded. അപ്പോൾ ഓടി രക്ഷപ്പെടുന്ന ആളുകളെ ഒന്നും നോക്കിയിട്ട്, രോഗികൾ ഓടി രക്ഷപ്പെടില്ല. ആരാണ് ഓടി രക്ഷപ്പെടുക എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ടൊരു കാര്യം കൂടി പറയാം. നെക്സ്റ്റ് IDF ഓഫീസേഴ്സ് കോൾഡ് ദ hospital director and explained to him the process for evacuating patients and detaining terrorists pretending to be patients. അതായത് ഈ ഹോസ്പിറ്റലിനകത്ത് പ്രിയപ്പെട്ട ഹോസ്പിറ്റൽ ഡയറക്ടർ, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. കാരണം ഈ ഹോസ്പിറ്റലിൽ പല ആളുകളും ഹമാസ് തീവ്രവാദികളാണ്, അവർ രോഗികളാണ് എന്ന വ്യാജാനം ഇവിടെ കയറി കൂടിയിട്ടുണ്ട്, അവരെ നമ്മൾ പൊക്കിയിരിക്കും. ഷോർട്ട്ലി ആഫ്റ്റർ ഹൺഡ്രഡ്സ് ഓഫ് പാലസ്റ്റീനിയൻസ് എമേർജ് ഫ്രം ദ ഹോസ്പിറ്റൽ ഇൻ ടു ആൻ ഐസൊലേറ്റഡ് കോറിഡോർ വെർ ഓൾ പേഴ്സൺസ് കുഡ് ബി ചെക്ഡ്. അങ്ങനെ എല്ലാ ആളുകളെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു, ഒരു കോറിഡോർ. അപ്പോൾ ഓരോ ആളുകളെയും അവിടെ ചെക്ക് ചെയ്യാം. ഇൻ ദ ഫസ്റ്റ് ആംബുലൻസ് ഓഫ് പേഷ്യൻസ് ദ IDF ഫൗണ്ട് ദാറ്റ് 13 out of 21 പാസഞ്ചേഴ്സ് were uninjured and were terrorists pretending to be patients to try to flee അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. They and many others were arrested one by one. ഓരോ ആളുകളെയും അങ്ങനെ പൊക്കി അവിടെ രക്ഷപ്പെടാൻ സമ്മതിച്ചില്ല. അതിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. Gazan patients and civilians evacuated from the Kamal Adwan hospital. ഹോസ്പിറ്റലിൻ്റെ പേര് അതാണ് കേട്ടോ. In the Gaza Strip after the IDF eliminates Hamas terrorists in the area. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്നു. Gazan civilians evacuated from the Hamas Kamal Adwan hospital after the IDF eliminated Hamas terrorists in the area. ആളുകൾ ഇരിക്കുന്ന കാഴ്ചയാണ്. ഹമാസ് അതിൽ നിന്നും അരിച്ചു മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള സിവിലിയൻസിനെ പിഴിഞ്ഞെടുത്തപ്പോൾ കിട്ടിയ ആ സിവിലിയൻസാണ് ഈ കാണുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഇവർ ഈ ഗതികേടിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ്? ഹമാസാണ്. അതാണ് നമ്മളെപ്പോഴും പറയുന്നത്, ഫ്രീ പാലസ്തീൻ ഫ്രം ഹമാസ് എന്ന് നമ്മൾ പറയണം. നിങ്ങളും പറയണമെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഇതൊക്കെ പറയാനും ഈ പറയുന്ന സാധനത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരാനും വേണ്ടി തന്നെയാണ് ഇവിടെ നമ്മൾ പിന്നിൽ ഈ ഇസ്രായേലിൻ്റെ പതാക നമ്മൾ തൂക്കി ഇങ്ങനെ ഇരിക്കുന്നത്. പല ആളുകൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് പതാക? ഇതിനാണ് പതാക. നിങ്ങൾ അന്വേഷിക്കുക. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക. ഇനി എങ്ങാനും ഇസ്രായേലിൻ്റെ ഭാഗത്താണോ ശരി എന്നൊരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിച്ച് അതിലേക്കുള്ള ആ സാധനങ്ങൾ നിങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണമാകാൻ വേണ്ടി തന്നെയാണ് ഈ പതാക ഇവിടെ വെച്ചിരിക്കുന്നത്. പതാക തന്ന ആൾക്ക് വീണ്ടും നന്ദി. The IDF's 401 Brigade encircled the hospital, apprehended terrorists in the vicinity and eliminated those who resisted arrest and threatened the troops. അപ്പോൾ എതിർത്ത് നിന്ന ആളുകളൊക്കെ കൊല്ലുന്നു. Within the hospital, ഷിൻബത്ത് എന്നായിരിക്കും ഉദ്ദേശിച്ചത്, 13 special forces discovered and confiscated an arsenal of weapons including grenades, firearms and other military equipment. ഹോസ്പിറ്റലിനകത്ത് എന്തിനാണ് ഗ്രനേഡ്? ഹോസ്പിറ്റലിനകത്ത് എന്തിനാണ് ഫയർ ആംസ്? തോക്കുകൾ എന്തിനാണ്? ഹോസ്പിറ്റലിനകത്ത് എന്തിനാണ് മിലിറ്ററി എക്യുപ്മെൻറ്റ്സ്? ഈ പറയുന്ന ഹമാസോളികളായിട്ടുള്ള ആളുകൾ ദയവായിട്ട് കമൻറ്റിൽ ഉത്തരം തരിക. നിങ്ങൾക്ക് ഹൂറി പരാമർശം ഉണ്ടായിരിക്കുന്നതാണ്. ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ ടെററിസ്റ്റ് അറ്റംപ്റ്റഡ് ടു ലോഞ്ച് ആൻറ്റി ടാങ്ക് മിസൈൽസ് ആൻഡ് RPG അറ്റാക്സ് ബട്ട് വർ എലിമിനേറ്റഡ് ബൈ ദ സോൾജേഴ്സ്. ഇതിൻ്റെ ഇടയിലും അവർ ഒപ്പിച്ചത് ഇതേ സാധനം തന്നെയാണ്. അവിടെ ഇരുന്നിട്ടും അറ്റാക്ക് മിസൈൽ തൊടുത്തുവിടാൻ നോക്കുന്നു. റോക്കറ്റ് വാണം. ദ ഇസ്രായേലി എയർ ഫോഴ്സ് ഓൾസോ എലിമിനേറ്റഡ് ടെററിസ്റ്റ് അറ്റംപ്റ്റിംഗ് ടു ഫ്ലീ ദ ഏരിയ. അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയ ആളുകളെ വെടിവെച്ചിട്ടു. ദ IDF added that this arsenal of weapons in the hospital was smaller than in
some other Hamas-run hospitals, as Hamas had adjusted to IDF hospital invasions and moved much of its weaponry to apartments across the street from the hospital. അപ്പോൾ ഇത് ഹോസ്പിറ്റലുകൾ തരയുക എന്ന് പറയുന്നത് സ്ഥിരം പരിപാടിയാക്കിയപ്പോൾ അവരിപ്പോൾ ഹോസ്പിറ്റലിൽ അത്യാവശ്യം വേണ്ട തോക്കും വെടിയുണ്ടെങ്കിൽ മാത്രമേ വെക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിന്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത് അപ്പാർട്ട്മെൻറ്റ് ഇവാക്യുവേറ്റ് ചെയ്യുന്നു. എത്ര ക്രൂരമാണ് ഇസ്രായേൽ എന്നുള്ള വാർത്തയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഓക്കെ, ദീസ് വെപ്പൺസ് വെർ ഓൾസോ സെപ്പറേറ്റ്ലി കോൺഫിസ്കേറ്റഡ്. അത് പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പോട്ടെ. നോ IDF കാഷ്വാലിറ്റീസ് വെർ റിപ്പോർട്ടഡ് ഡ്യൂറിംഗ് ദ മിഷൻ. ഇതാണ് ഇനി അടുത്തത്. ഹൺഡ്രഡ്സ് ഓഫ് ടെറർ സസ്പെക്ട്സ് arrested. In total, the IDF apprehended over 240 individuals suspected of involvement in terrorist activities, some of whom tried to disguise themselves as patients or escape using ആംബുലൻസസ്. ഇതും മുന്നേ ഉണ്ടായിട്ടുണ്ട്. ഹമാസിൻ്റെ ആളുകൾ UN-ൻ്റെ ആംബുലൻസ് വരെ ഉപയോഗിച്ചിട്ട് എസ്കേപ്പ് ചെയ്യുന്നതും അത് വെടിവെച്ചിടുന്നതും കണ്ടു. അപ്പോൾ ഉടനെ വാർത്ത വന്നു, UN-ൻ്റെ ആംബുലൻസ് വരെ വെടിവെച്ചിട്ടു ഇസ്രായേൽ, എത്ര ക്രൂരമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ നിലവിളിയായിരുന്നു. ഈ സാധനത്തിനകത്ത് ഹമാസിൻ്റെ തേരാളികളാണ് ഇതേപോലെ തുറപ്പമണിയായിട്ട് രക്ഷപ്പെടാൻ നോക്കിയെന്നുള്ളത് ഇവർ പറയില്ല. ഇതാണ് സംഭവിക്കുന്നത്. Among those detained was the hospital director. അപ്പോൾ സർ, ഞങ്ങളിവിടെ സെർച്ച് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഡയറക്ടറെ വിളിച്ചു എന്ന് പറഞ്ഞില്ല. ആ ഡയറക്ടറും ഒരു ടെററിസ്റ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. സസ്പെക്റ്റഡ് ഓഫ് ബീങ് എ ഹമാസ് ഓപ്പറേറ്റീവ് അലോങ് വിത്ത് അതർ കീ ഹമാസ് ആൻഡ് ഇസ്ലാമിക് ജിഹാദ് ഫിഗേഴ്സ് ഇൻക്ലൂഡിംഗ് 15 ഇൻഡിവിജ്വൽസ് ലിങ്ക് ടു ദ October 7 massacre. അതായത് ഒക്ടോബർ 7 നടത്തിയ ആ കൂട്ടക്കൊലയിൽ ബന്ധമുള്ള ആളുകളും കൂടിയാണ് ഇവിടെ പല ആളുകളും പിടിക്കപ്പെട്ടത്. അതിൽ നമ്മളുടെ ഹോസ്പിറ്റൽ ഡയറക്ടറും അതിനകത്ത് ഭാഗമാണ് എന്ന് പിന്നീടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അയാളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. Testimonies collected by Unit 504 and the ISA revealed that many detainees participated in terrorist operations in the area. The IDF reiterated its commitment to adhering to international law regarding medical facilities, even when such facilities are exploited by Hamas for military purposes. ഇനിയും ഇത് നിഷേധിക്കുക, ഇങ്ങനെയൊന്നുമില്ല, ഇതെല്ലാം കുക്ഡപ്പാണ്, ഇസ്രായേൽ ഉണ്ടാക്കിയതാണ് എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാൻ ഇസ്രായേൽ നേരിട്ട് പോകുന്നുണ്ട്, പോയിട്ട് അതിൻ്റെ ചിത്രങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. The Hamas-run Gaza Health Ministry announced just a few hours earlier that the hospital's director, Hussam Abu Safiya, was arrested by the IDF during the raid. അപ്പോൾ നമ്മളുടെ ഹോസ്പിറ്റലിലെ മുതലാളിയും അതിനകത്ത് പെട്ടു. ഇനി ഇതിന് ശേഷം ഇതിൽ മറ്റൊരു വാർത്തയും കൂടി വന്നിരിക്കുന്നത്, ഇതും കൂടി കേട്ടിട്ട് നമുക്ക് പോവാം. 14 terrorists, including 6 October 7 killers, eliminated in Gaza. അപ്പോൾ October 7 അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരു 7 പേരെയും കൂടി കൊന്നിരിക്കുന്നു എന്നും കൂടിയാണ് അറിയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവരെ നിങ്ങൾ സിവിലിയനായിട്ടാണോ ഉൾപ്പെടുത്തുക അതോ ഹമാസ് ടെററിസ്റ്റ് ആയിട്ടാണോ നിങ്ങൾ ഉൾപ്പെടുത്തുക? നിങ്ങൾ പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ അറ്റാക്കിൻ്റെ ആ വീഡിയോ ഒക്കെ നിങ്ങൾ പഴയ സാധനമാണ്, അവർ തന്നെ പ്രചരിപ്പിച്ചാണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? ടെററൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ പ്രചരിപ്പിച്ചാണ്, ആക്ഷൻ ക്യാമറയൊക്കെ വെച്ചിട്ട്. അതിൽ അവർ തന്നെ കാണിക്കുന്ന ആ വീഡിയോകളിൽ നിങ്ങൾക്കൊരു കാര്യം കാണാം. അവരിൽ പല ആളുകളും സിവിലിയൻ വേഷധാരികളായിരുന്നു. അവർ മിലിറ്ററി വേഷത്തിലല്ല ഈ പണി ഒപ്പിച്ചത്. അപ്പോൾ അവിടെ ഓൺ ദ സ്പോട്ട് അവരെ കൊല്ലുന്ന സമയത്ത്, അവരെ വെടിവെച്ചിടുന്ന സമയത്ത് നിങ്ങൾ അവരെ ഹമാസ് പോരാളിയായിട്ട് കൂട്ടുമോ അതോ സിവിലിയനായിട്ട് കൂട്ടുമോ? ഇതാണ് നമുക്ക് അറിയേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കണക്കുണ്ട്, 40,000 പേരെ കൊന്നു, അതിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ പറയുക. അപ്പോൾ നമ്മളിവിടെ കണക്ക് പരിശോധിക്കുക. 40,000 പേരെ കൊന്നു. അതിൽ എത്ര പേരാണ് ഹമാസിൻ്റെ പോരാളികൾ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? അതിൽ പകുതിയും 40,000-ൽ 20,000-ഓളം ആളുകളും ഹമാസിൻ്റെ പോരാളികളാണ് എന്നതാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇത് മറച്ചു വെക്കും. അപ്പോൾ 40,000 പേര് മരിച്ചു എന്ന് പറയും. ഇൻക്ലൂഡിങ് ടെററിസ്റ്റുകളാണ്, തീവ്രവാദികൾ അടക്കമാണ് 40,000. അപ്പോൾ അതിൽ ഈ പകുതിയോളം 20,000 പേരും തീവ്രവാദികളാണ്. അപ്പോൾ അതിൽ തന്നെ ബാക്കി 20,000 നമ്മളിനി നോക്കുക. ആ 20,000-ൽ അതിൽ സിവിലിയൻ വേഷത്തിൽ ഈ പണി ഒപ്പിച്ച ആളുകളുടെ കണക്ക് വേറെ എടുക്കണം. അതെടുത്തിട്ടില്ല. അപ്പോൾ തീവ്രവാദികൾ സിവിലിയൻ വേഷത്തിലുള്ളത്, അതല്ലെങ്കിൽ നേരിട്ട് ഹമാസ് ആണെന്ന് നമുക്ക് ബോധിപ്പിക്കാൻ കഴിയാത്ത തരം ആളുകൾ, അതതിനകത്ത് വന്നിട്ടില്ല. ഇനി ഹമാസ് തന്നെ വെടിവെച്ചിട്ടുള്ള ആളുകൾ, അതതിനകത്ത് വന്നിട്ടില്ല. അസുഖങ്ങൾ കാരണം, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ മരിച്ചിട്ടുള്ള ആളുകൾ, ഇതിനകത്ത് വന്നിട്ടില്ല. കുട്ടികൾ മരിച്ചു എന്ന് പറയുന്നു. കുട്ടികൾ മരിച്ചതിൽ തന്നെ 18 വയസ്സ് പ്രായം ആവുന്നതിന് മുന്നേ ഉള്ള ചെറിയ കുട്ടികൾ, 12 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ, അവരുടെ കയ്യിൽ തോക്കും കൊടുത്തിട്ട് ഇതേപോലെ പല ആളുകളെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവരും ഇതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരെ നിങ്ങൾ തീവ്രവാദി എന്ന് വിളിക്കോ സിവിലിയൻ എന്ന് വിളിക്കോ, നിങ്ങൾ പറയാം. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ സംഭവിച്ചിട്ടുള്ള ആ മരണത്തിൻ്റെ കണക്ക് നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ലോകത്ത് നടന്ന പല യുദ്ധങ്ങളും നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും
കുറഞ്ഞ തോതിൽ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുള്ളൊരു യുദ്ധമാണ് ഈ പറയുന്ന ഗാസയിൽ നടക്കുന്നത്. ഏത് യുദ്ധത്തിലും ഒഴിച്ചുകൂടാനാവാത്ത സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന സിവിലിയൻ കാഷ്വാലിറ്റീസ് എന്ന് പറയുന്നത്. പരമാവധി അത് കുറയ്ക്കുക എന്നതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. ഇവിടെ അത് പരമാവധി കുറയ്ക്കുന്നതിൽ ഇസ്രായേൽ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അവരത് സാധിക്കുന്നത്? അവർ കൊടുക്കുന്ന മുൻകൂറായിട്ട് കൊടുക്കുന്ന ഇൻഫർമേഷൻ അത് ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും ഈ തീവ്രവാദികൾ തന്നെ രക്ഷപ്പെടുന്ന അവസ്ഥയുണ്ട്. എന്നിട്ട് പോലും അവരത് ചെയ്യുകയാണ്. അതായത് ലഘുലേഖകൾ വിതറും. തീവ്രവാദികൾ ഉണ്ട് എന്ന് സംശയിച്ച് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഏരിയയിൽ ഈ ലഘുലേഖകൾ വിതറുന്നതായാലും അവിടെ പോയി മുൻകൂട്ടി അവിടെ അറിയിപ്പ് കൊടുത്തുകൊണ്ട് ഇവിടെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് എന്ന് മുൻകൂട്ടി ഒരു അറിയിപ്പ് കൊടുത്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ആളുകൾ രക്ഷപ്പെടുന്ന കാഴ്ച. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ ഇത് അറിയിക്കുന്ന സമയത്ത് അവർ ഹ്യൂമൻ ഷീൽഡ്സിനെ വെച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്ന കാഴ്ച. ഇതെല്ലാം അവിടെ നടക്കുമ്പോൾ അവിടുന്ന് രക്ഷപ്പെടുന്നത് ആരാണ്? തീവ്രവാദികളാണ്. അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ആരാണ്? അത് സിവിലിയൻസ് ആണ്, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഇതിന് വഴിവെക്കുന്നത് ആരാണ്? അത് ഹമാസാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹമാസ് അവരാണ് പ്രശ്നം. ഫ്രീ പാലസ്തീൻ ഫ്രം ഹമാസ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതുമാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ വാർത്തയാക്കുന്നു, ഇത് ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിലേക്ക് നിങ്ങളെ ശ്രദ്ധ വരുന്നില്ല. കാരണം എന്താണ്? ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ ഒരിക്കലും ഇത് വലിയൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ കണ്ടിരുന്നു. അതായത് ഹമാസ് അവിടെ പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം അത് തിരിച്ചറിഞ്ഞ ഗാസൻ വാസികളായിട്ടുള്ള ആളുകൾ അവർ പറയാണ്, ഇവർ ഞങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കി, ഇവരൊന്ന് കൊന്നു തീർക്കൂ, നിങ്ങളുടെ ഫൈറ്റർ ജെറ്റ്സിനെ അയച്ചിട്ട് അവരെ ഇല്ലാതെയാക്കൂ എന്ന് നിലവിളിക്കുന്ന പരിതപിക്കുന്ന ഗാസയിലുള്ള ആ ചെറിയ കുട്ടികളടക്കമുള്ള ആളുകളെ കാണുന്നു. ആ റിപ്പോർട്ടറായിട്ടുള്ള ജൂതനായിട്ടുള്ള ആളെ പിടിച്ച് ഉമ്മ വെക്കുന്ന പാലസ്തീനിയൻ വനിതയെ നമ്മൾ കാണുകയാണ്. അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കും ലോകത്തുള്ള മറ്റ് ഈ വോക്കുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഈ പ്രശ്നത്തിൻ്റെ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും തിരിച്ചറിയാൻ ആയിട്ടില്ല. അവർക്കിപ്പോഴും ഹമാസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘം എന്ന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവരിപ്പോഴും അവരെ പോരാളികളായിട്ടും ഈ നടത്തുന്ന ഒക്ടോബർ 7 നടത്തിയ സംഗതി ഉൾപ്പെടെ അതിന് റെസിസ്റ്റൻസ് ആയിട്ടും ചിത്രീകരിക്കുന്ന തത്രപ്പാടിലാണ് അവരുള്ളത് എന്നുകൂടി നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതിൽ ഇവർ കൊടുത്ത ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ 6 പേര് 1 2 3 4 5 6 പേര് ഒക്ടോബർ 7 പങ്കെടുത്ത ആളുകളുടെ ലിസ്റ്റും കൂടിയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും അവർ കൊന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ് എന്നതുകൂടിയാണ് ഇവിടെ ആ വിഷയത്തിൽ പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒക്ടോബർ 7 സംഭവിക്കുന്നത് വരേക്കും 2005 ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറി, 2006 ഹമാസ് അവിടെ ഭരണം ഏറ്റെടുത്ത് അവിടെ ഇലക്ഷനിലൂടെ പിന്നെ അവരെ ഫത്താ പാർട്ടിയെ അവിടെ ഇല്ലാതെയാക്കി, പിന്നെ അതിൽ എതിർത്ത് നിന്ന ആളുകളെയൊക്കെ കൊന്നു തള്ളി ഹമാസ് അവിടെ ഒരു സർവാധിപത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രദേശത്ത് ഗാസയിൽ അവിടെ നിന്നും ആ ബോർഡർ ഉപയോഗിച്ചുകൊണ്ട് അവർ ഇസ്രായേലിലേക്ക് പോയിക്കൊണ്ട് ജോലി എടുത്തിരുന്നൊരു കാഴ്ച. അനവധി ഗാസൻസ് ആയിട്ടുള്ള പലസ്തീനിയൻസ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഇസ്രായേലിൽ ജോലിയെടുത്തിരുന്നു. ഇന്നിപ്പോൾ കാണുന്ന കാഴ്ച ഈ ഒക്ടോബർ 7 ശേഷം അവരെ മുഴുവൻ പിരിച്ചുവിടുന്ന കാഴ്ച. അവരിനി ഇവിടെ വേണ്ട, ഇനി പാലസ്തീനിയൻസ് ഇസ്രായേലിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുക്കുകയും ആ ഒരു ഒഴിവിലേക്ക് ഏറ്റവും കൂടുതൽ ചെന്നെത്തുന്നത് ഇന്ത്യക്കാരാണ് എന്നും കൂടിയുള്ള വാർത്തയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഒരു വാർത്ത നിങ്ങൾക്ക് കാണാം, ഇത് ഇന്ന് വന്നതാണ്. ഇന്ത്യൻ വർക്കേഴ്സ് സ്ലോലി റിപ്ലേസിങ് പാലസ്തീനിയൻസ് ഇൻ ഇസ്രായേലി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഇന്ത്യക്കാരുടെ പോക്ക് നമ്മളെപ്പോഴും പറയാറുണ്ട്. UP-യിൽ നിന്നൊക്കെ ദിവസേന വണ്ടി കാർ ഓടിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന അവസ്ഥയിലേക്ക് വരെ ചിലപ്പോൾ അവർ വന്നേക്കാം. ഇതാണ് അവിടെ നടക്കുന്ന കാഴ്ച. തമാശയ്ക്ക് പറഞ്ഞാണ് കേട്ടോ. ഏതായാലും പറഞ്ഞത് ഇതാണ്, ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ പോകുന്നൊരു സ്ഥലമായിട്ട് ഇനി ഇസ്രായേൽ മാറും എന്നും കൂടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതിന് പല കാരണങ്ങളുണ്ട്. ഇവിടെ ഈ കാരണം നിങ്ങൾക്ക് ഓർത്തെടുക്കാവുന്നേ ഉള്ളൂ. പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ ഒരു അവസരം സത്യത്തിൽ ലഭിക്കുന്നത് ആർക്കായിരുന്നു? അവിടുത്തെ പലസ്തീനിയൻസ് ആയിരുന്നു. അത് കളഞ്ഞു വിളിച്ചത് ആരാണ്? ഈ പറയുന്ന പലസ്തീനിയൻസ് തന്നെയാണ്. എന്താണ് അവർ ചെയ്തത്? അവരവിടെ ചെയ്തിട്ട് അവർ ഇൻസൈഡേഴ്സായിട്ട് നിന്നുകൊണ്ട് ഈ അറ്റാക്കിന്, ഈ പറയുന്ന ഒരു വിഷയത്തിന് കോപ്പ് കൂട്ടുന്ന ആളുകളായിട്ട് മാറി. അവർ തീവ്രവാദത്തിന് കൂട്ടു നിൽക്കുന്ന ആളുകളായിട്ട് മാറുകയാണ് ചെയ്തത്. നമ്മളിവിടെ മുന്നേ ചർച്ച ചെയ്ത് നമ്മളിവിടെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്ത ആ ഇസ്രായേലി വനിത നമ്മളോട് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ അറ്റാക്കിന് അവർ വീട് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ആളുകൾ ആ കൂട്ടത്തിൽ അവരുടെ അയൽവാസിയായിട്ടുള്ള പാലസ്തീനിയൻ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കാം, അവർക്ക് സ്വന്തം ബോയ് ഫ്രണ്ടിനെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവരുടെ അയൽവാസിയായിട്ടുള്ള ആളുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നതിവിടെ കാണുകയാണ്. കാരണം കൂടെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ഈ തീവ്രവാദികൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തതും, അല്ലെങ്കിൽ ഈ കുട്ടികൾ ഏതൊക്കെ വീട്ടിലാണ് കുട്ടികളുള്ളത്, ഏതൊക്കെ വീട്ടിലാണ് ജൂതനുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരായിട്ട് മാറിയത്. ഇങ്ങനെ തൊഴിൽ വിസ നേടിക്കൊണ്ട്, പാസ് നേടിക്കൊണ്ട് ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്ന ആളുകളായിരുന്നു പലപ്പോഴും അവിടെ ആ രീതിയിലേക്ക് മാറിയത് എന്നത് ഇവിടെ നമ്മൾ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പണി ചെയ്ത് ഇപ്പോൾ എവിടം വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അവിടെ കൂടുതലും ഇന്ത്യക്കാരായി മാറുന്നു. ഇന്ത്യക്കാർക്ക് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് എന്നതാണ് എനിക്കവിടെ പറയാനുള്ളത്. ഏതായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.